വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കണ്ടകശനിയുടെയും 6-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ദോഷമുണ്ട്. 11-ൽ നിൽക്കുന്ന കേതുവും ജന്മത്തിലെ ശുക്രൻ്റെയും ബുധൻ്റെയും നില ഇവർക്ക് തീർച്ചയായും ഗുണകരമാണ്. 11-ൽ നിൽക്കുന്ന രാഹു വിദേശത്തിൽ നിന്ന് പോലും സാമ്പത്തിക സഹായം ഇവരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു. മറിച്ച് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവർക്ക് ഗുണം കാണുന്നുണ്ട്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിദേശ നിക്ഷേപം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജോലി ലഭിക്കാത്തവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് പ്രശസ്തമായ കമ്പനികളിലോ പ്രസ്ഥാനങ്ങളിലോ സ്ഥാപനങ്ങളിലോ ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വൈദേശികമായ ബന്ധമുള്ള ഒരു പ്രവർത്തനം തങ്ങളിലേക്ക് ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനും ബുധനും ഇവരുടെ കഴിവിനനുസരിച്ച് ഇവർക്ക് ഇവരുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ നിലനിൽക്കാൻ സാധിക്കുന്നു, കൂടുതൽ അത് ഉപയുക്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രവർത്തന മേഖലയെ കൂടുതൽ പ്രകാശമാനമാക്കാൻ സഹായിക്കുന്നതാണ്. 2, ശുക്രൻ്റെ സാന്നിധ്യം ജന്മത്തിലുള്ളതിനാൽ തങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ശാരീരിക വ്യക്തിത്വം വർദ്ധിക്കുന്നു. സുന്ദരനോ സുന്ദരിയോ ആകാം കൂടുതലായി, അതല്ലെങ്കിൽ വ്യക്തിത്വത്തിന് മൊത്തത്തിൽ ഒരു പ്രഭാവം വർദ്ധിക്കാം. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിലും സഹപ്രവർത്തകരുടെ ഇടയിലും മേലധികാരികളുടെ ഇടയിലും തങ്ങളുടെ പ്രതിച്ഛായ നന്നായി ശോഭിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതൊരു പക്ഷേ നല്ലൊരു ഗുണമായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നിലയും പ്രവർത്തന മേഖലയും ഇവർക്ക് കൂടുതലായി ഷൈൻ ചെയ്യാൻ സാധിക്കുന്നു. കൂടുതൽ നല്ലതാണ് ഈ ആഴ്ച, അതുകൊണ്ട് ദോഷമില്ല. വാക്ക് സൂക്ഷിക്കുക. തങ്ങളുടെ വാക്കുകൾ അഹങ്കാരത്തിൻ്റെതായ ധ്വനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മുഖത്തോ പല്ലിനോ മോണയ്ക്കോ ചുണ്ടിനോ കണ്ണിനോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കുക. ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. വാക്കും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയും വ്യാഴം 6-ൽ നിൽക്കുന്നതും പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 31, 1, 2, 3, 4 നല്ല ദിവസങ്ങളാണ്.